الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم لعلكم تشكرون. وإذا سألك عبادي أني فإني قريب أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. صدق الله العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യാണ്. റമളാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കാത്തിരുന്നു. ഇപ്പോൾ അത് വന്നു, 2-3 ദിവസം കഴിഞ്ഞു. എത്ര എളുപ്പമാണ് യഥാർത്ഥത്തിൽ അത് സംഭവിച്ചത്. ഇനി വളരെ വേഗം അതങ്ങ് പോവുകയും ചെയ്യും. അങ്ങനെ ജീവിതത്തിൽ നിന്ന് ഒരു റമളാൻ കൂടി പെട്ടെന്ന് മാഞ്ഞു പോകും. ഈ പോക്കിനിടയിൽ നമ്മൾ ഈ റമളാനെ എത്രമാത്രം പ്രയോജനപ്രദമായി ഉപയോഗപ്പെടുത്തിയെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഉന്നതമായ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താനും മനുഷ്യന് കരുത്ത് വേണം. ആ കരുത്ത് ആർജിക്കാനുള്ള ഒരു വഴി എന്നുള്ള നിലയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധ്യാനവും വ്രതവും മനുഷ്യനൊരു ഏതാണ്ടൊരു നിയമം തന്നെയായി പ്രഖ്യാപിച്ചതാണ്. വളരെ വലിയ ആശയങ്ങൾ, ഉന്നതമായ ആദർശങ്ങൾ, ജീവിതത്തിൻ്റെ ഉന്നതമായ നിലവാരം, ഇതൊക്കെ മനുഷ്യന് സാധ്യമാകണമെങ്കിൽ അവൻ ചില സംഗതികൾ, പ്രത്യേകിച്ച് ഭൗതിക ജീവിതത്തിൻ്റെ താൽക്കാലികമായ ആനന്ദം നൽകുന്ന, അനുഭൂതി നൽകുന്ന ചില സംഗതികൾ ശക്തമായ നിയന്ത്രണത്തിലാക്കിയിട്ട് ധ്യാനത്തിലും വ്രതത്തിലും കഴിഞ്ഞുകൂടണം എന്നത് പടച്ചവൻ തീരുമാനിച്ച ഒരു നയവും നിയമവും തന്നെയാണ്. പ്രവാചകന്മാർക്ക് ദിവ്യ സന്ദേശം നൽകുന്നതിന് മുന്നോടിയായി അവരെ അല്പാഹാരശീലരാക്കുകയും ധ്യാനനിരതരാക്കുകയും ചെയ്തത് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മൂസാ നബി അലൈഹി സ്വലാമയുടെ ജീവിതത്തിലും മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും അത് വളരെ പ്രകടമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹിറാ ഗുഹയിലെ സുദീർഘമായ ഇരുത്തവും അതുപോലെ സിനായ് പർവ്വതത്തിലെ
40 ദിവസത്തെ താമസവും ഈ 2 പ്രവാചകന്മാരുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. യഥാർത്ഥത്തിൽ അവരവിടെ നിന്ന് എന്താണ് ചെയ്തത്, നേടിയതെന്ന് ചോദിച്ചാൽ, സാധാരണ ജീവിതത്തിലെ പല സംഗതികളും മാറ്റിവെച്ചിട്ട് മനസ്സിനെ സ്ഫുടം ചെയ്ത് ഏകാഗ്രമാക്കി ഈ പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തുള്ള സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള ജീവിതത്തിൻ്റെ രാജപാത അത് വെട്ടി ശരിയാക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പാണ്. വളരെ അത്ഭുതകരമായി തോന്നും നമ്മളിതിൻ്റെ സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിരിക്കുന്ന ആലോചിച്ചാൽ. ലളിതവും മനോഹരവുമായിട്ട് ജീവിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. ആ ലാളിത്യത്തിൻ്റെ സൗന്ദര്യവും ഔന്നത്യവും വളരെ വലുതാണ് എന്ന് അദ്ദേഹം സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചെരിയും ചെയ്തു. കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയങ്ങൾ, ഒരുപാട് നിറക്കൂട്ടുള്ള ജീവിതത്തിൻ്റെ സങ്കല്പങ്ങൾ, ഒരുപാട് ആരവങ്ങളും ബഹളങ്ങളുമുള്ള ഭൗതിക ജീവിതത്തിൻ്റെ ശബ്ദമയമായ ആ സാഹചര്യം, ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ധ്യാനനിരതമാകുന്നത് നമുക്കറിയാം. അല്പാഹാരമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹിറ ഗുഹയിൽ കഴിയുമ്പോൾ കഴിച്ചുകൂട്ടിയിരുന്നതിന് ഉപയോഗിച്ചത്. കുറഞ്ഞ ആഹാരമായിട്ട് പോകും, അത് തീർന്നാലും ഇറങ്ങി വരാറില്ല. അദ്ദേഹം അവിടെ പോയി ഒറ്റയ്ക്കിരിക്കുകയാണല്ലോ, ആഹാരം കഴിഞ്ഞു പോയിട്ടുണ്ടാവുമല്ലോ എന്ന് ബേജാറായിട്ട് ഖദീജ ബീവി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ആ മലയൊക്കെ കയറി കൊണ്ടു കൊടുക്കുമ്പോഴാണ് അത് കഴിക്കുക. എന്തിനാണത് ചെയ്തതെന്ന് വെച്ചാൽ, അതായത് മനുഷ്യ മനസ്സും ശരീരവുമൊക്കെ ചില പ്രത്യേകമായ രീതിയിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ശരീരത്തിൻ്റെ ചില പ്രവർത്തനങ്ങളെ ഒന്ന് നിയന്ത്രിച്ചിട്ട് മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ കൂട്ടാൻ, നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ആഹാരം അതൊന്ന് നിയന്ത്രിക്കേണ്ടതുണ്ട്. നമുക്ക് തന്നെ അറിയാം, കുറേ സമയം ആഹാരം കഴിക്കാതിരിക്കുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ആണിനും പെണ്ണിനും ഒക്കെ എത്ര സമയമാണ് ഒഴിവിട്ടുക. അതായത് രാവിലെ മുതൽ രാത്രി വരെ, വൈകുന്നേരം വരെ നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുന്നത്. അസറിന് ശേഷം തുടങ്ങുമെങ്കിലും ചിലർ ളുഹർ മുതലേ തുടങ്ങും. എന്തായാലും സുബഹിയോടനുബന്ധിച്ചിട്ട് ഓടിപ്പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിസ്സാരമായൊരു സംഗതിയല്ല. നമ്മളിങ്ങനെ അതിനുള്ള ചെലവ് മാത്രമല്ല, ചെലവ് ചുരുക്കാൻ പറ്റില്ല, കാരണം ഇതൊക്കെ കൂടെ രാത്രി അടിച്ചാളും. അപ്പോൾ അതുകൊണ്ട് ചെലവ് ചുരുക്കണമെന്ന വിഷയമല്ല, അതിനുപയോഗിക്കുന്ന സമയം, അധ്വാനം, ഓരോ തരത്തിൽ ഓരോ സാധനം പ്രിപ്പയർ ചെയ്തിരുന്നതിന് സമകാലിക സമൂഹത്തിൽ ഒരു നിലവാരമുയർന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്ത ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന സംഗതികൾ നമ്മൾ നോക്കാം. കിച്ചണിലെ എല്ലാ സംഗതികളും പരിശോധിച്ചു, ഗ്യാസ് ആയാലും കത്തിയായാലും മുള്ളായാലും പിന്നെ ഐറ്റംസ്, ഇതെല്ലാം കൂടെ റെഡിയാക്കിയിട്ടേ നമുക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കി തിന്നാൻ പറ്റുള്ളൂ. ഒരുപാട് സമയം, തിന്നത് കുറച്ചാണെങ്കിലും ഒരുപാട് സമയം, ഒരുപാട് അധ്വാനം, ഇതൊന്ന് ഒഴിവാക്കി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമയലാഭമാണ്. മനുഷ്യൻ ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് പണവും സമയവുമൊക്കെ വിനിയോഗിക്കുന്നു എന്ന് ഒരുപാട് പഠനങ്ങൾ തെളിയിച്ച് കഴിഞ്ഞ സംഗതിയാണ്. ഇതൊന്ന് കുറച്ച് വെച്ചിട്ട് പഠിച്ചവനെടുത്ത് വാ എന്ന് പറഞ്ഞിട്ടാണ് നബിയെയും മൂസാ നബിയൊക്കെ വിളിച്ചുകൊണ്ട് പോയത്. നമുക്കും ആ വഴി, അതാണ് ഉന്നതമായ ആദർശങ്ങൾ ഉൾക്കൊള്ളാനുള്ള മനസ്സിൻ്റെ ബലത്തിനുള്ള തഖ്വ ഉണ്ടാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത്. നല്ലോണം തിന്ന് നടക്കുന്ന നമ്മളെടുത്തൊന്ന് തീറ്റയ്ക്കൊന്ന് കുറച്ച്, അല്പാഹാരശീലം, ധ്യാനനിരതമായ മനസ്സ്. ഇതെന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ നഫ്സിൻ്റെ ദുർമേധസ്സുകളെ അല്ലെങ്കിൽ ദുഷ്ടതകളെ കരിച്ചു കളയാൻ വേണ്ടിയാണ്. റമളാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുന്നത്. ആ മാസത്തിന് തന്നെ അതിൻ്റെ പേരെങ്ങനെ, റമളാൻ, കരിച്ചു കളയുന്നത് എന്നാണ്. ആളുകൾ പലപ്പോഴും പറയാറുണ്ട് പാപങ്ങളെ കരിച്ചു കളയുന്നത്. തെറ്റാണെന്ന് പറയാൻ പറ്റില്ല ചില വ്യാഖ്യാനം, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ ആ വിഷയം. ഈ മനുഷ്യ മനസ്സിന്
ദുഷ്ടതയുമുണ്ട്, സൂക്ഷ്മതയുണ്ട്. അത് രണ്ടും പരീക്ഷണാർത്ഥം വെച്ചിട്ടുള്ളതാണ്. ആർത്തിയും അത്യാശയും അമിത താല്പര്യവും ഉപഭോഗ തൃഷ്ണയും പൊങ്ങച്ചവും ആളാവാനുള്ള മോഹ അഭിലാഷങ്ങൾ, അതാണ് മനുഷ്യ മനസ്സിന്റെ ദുഷ്ടതയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫുജൂറായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. നീതി, ന്യായം, മാന്യത, ലാളിത്യം, അന്തസ്, ധർമ്മം ഇങ്ങനെയുള്ളതാണ് സൂക്ഷ്മതയായിട്ട്. അപ്പോൾ ദുഷ്ടതയും സൂക്ഷ്മതയും പഠിപ്പിച്ചിട്ട് ഈ ദുഷ്ട ചിന്തകളുടെ എലിമെൻസിലെ അതിൻ്റെ ഘടകങ്ങളെ തകർക്കാൻ ഏറ്റവും നല്ലത് ഈ ഭൗതികമായ പ്രത്യേകിച്ച് ആഹാരം കുറയ്ക്കുകയാണ്. ധ്യാനനിരതമായിരിക്കും. അപ്പോൾ മനസ്സിന് ശരീരത്തിൽ ഇപ്പോൾ നമ്മൾ വയറിൽ ഒരുപാട് സംഗതി വാരി അടിച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടേണ്ടി വരും. ഹാർട്ടിൻ്റെ പ്രവർത്തനം അങ്ങോട്ട് കേന്ദ്രീകരിക്കുമ്പോൾ ബ്രെയിനിൻ്റെ പ്രവർത്തനം ഹാർട്ടിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോകേണ്ടി വരും. ഒരുപാട് സമയം എനർജി ഇതിൻ്റെ ഈ ഡൈജഷൻ ശരിയാക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടി വരും. അവിടെ ഒന്നും ഇല്ലെങ്കിൽ മേലോട്ട് അങ്ങോട്ടാ പോവാം. അതിങ്ങനെ വടച്ചോനെ എനിക്ക് ആഹാരം കിട്ടിയില്ലല്ലോ, വിശന്നിക്കണമല്ലോ എന്നാണ് ആലോചിക്കണമെങ്കിൽ അങ്ങനെ ആയിരിക്കും. അതല്ല, ഇതൊക്കെ അതിജയിക്കാനുള്ള ചിന്തയാണ് മനസ്സിൽ വരുന്നെങ്കിൽ അതിനുള്ള ഊർജ്ജമായിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾക്കുണ്ടാകുന്ന ഊർജത്തിൻ്റെ ഉപയോഗം, യൂട്ടിലിറ്റി എന്ന കാര്യം പറയാം, അത് വയറ്റിലേക്കും അതുപോലെ തന്നെ താൽക്കാലികമായ സംഗതികളിലേക്ക് പോയാൽ ഉണ്ടാകുന്നത് നാശവും നഷ്ടവുമാണ്. അതുകൊണ്ട് അതിനെ തസ്കിയത്ത് ചെയ്യണം, സംസ്കരിച്ചെടുക്കണം. ഖദ് അഫ്ലഹ മൻ സക്കഹ, ഇതിനെ തസ്കിയത്ത് ചെയ്യുന്നവന് വിജയിച്ചിരിക്കുന്നു. ഈ തസ്കിയത്തിന് തഖ്വയാണ്. തഖ്വ എങ്ങനെ ഉണ്ടാക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു തരുന്നു. ആരാധനയാണ് തഖ്വയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച രീതി. യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലയോ ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച രക്ഷിതാവിന് നിങ്ങൾ ആരാധന അർപ്പിക്കുക, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവാം. അതായത് ഈ ജീവിതം എന്നത് അല്ലാഹ് തന്നതാണ്, ശരീരം അല്ലാഹ് എന്നാണ്, ആഹാരം അല്ലാഹ് എന്നാണ്, നിലനിൽക്കാനുള്ള സംവിധാനം സൗകര്യമൊക്കെ അവൻ തന്നെ തന്നോളും. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിച്ച് ശ്രദ്ധയും ചിന്തയും അവനിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് മനസ്സിനെ ഇങ്ങനെ അടിക്കടി ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. ആ ബോധ്യം ഇങ്ങനെ നിലനിർത്തുന്നതിന് ആവർത്തനം അനിവാര്യമാണ്. രാവിലെ പറഞ്ഞു തന്നെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഉച്ചയ്ക്കും പറയാം, രാത്രിയും പറയാം, വൈകുന്നേരം പറയാം. സാധാരണ എല്ലാ മാസങ്ങളിലും നല്ലവണ്ണം ഭക്ഷണവും കഴിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു മാസം അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതി സ്വീകരിക്കാൻ പറഞ്ഞത് നമ്മുടെ ശാരീരികമായും മാനസികമായും ഈ പറഞ്ഞ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള കരുത്താർജിക്കാനാണ്. ഈ നോമ്പെല്ലാം പിടിച്ചതിന് ശേഷവും നമുക്കതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ വ്രതം അനുഷ്ഠിച്ചിട്ടില്ല, അതുപോലെ ധ്യാന നിരതരമായിട്ടില്ല എന്നാണ് മനസ്സിലാവുക. നേരത്തെ പറഞ്ഞതുപോലെ 3 ദിവസം കഴിഞ്ഞു, ഇനിയിപ്പോൾ വളരെ വേഗം കഴിഞ്ഞു പോകും. ഇതൊക്കെ കഴിഞ്ഞുകൊണ്ട് സ്റ്റോക്ക് എടുത്ത് നോക്കുമ്പോൾ കുറേ അങ്ങോട്ട് പോയി, കുറേ ഇങ്ങോട്ട് വന്ന്, കുറേ നോമ്പ് ഉറപ്പ് നടത്തി, കുറേ അങ്ങോട്ട് സൽക്കാരം നടത്തി, കുറച്ച് ഖുർആൻ ഓതി, കുറച്ച്. പക്ഷെ നമുക്കെന്ത് മാറ്റമുണ്ടായി? എന്തെങ്കിലും തരത്തിൽ നോമ്പിന് മുമ്പുണ്ടതിനേക്കാൾ ഒരു മാനസിക ബലം, സ്വർഗത്തിലേക്ക് അടുത്തോ അള്ളാഹുവിലേക്ക് അടുത്തോ സൂക്ഷ്മത കൂടിയോ, ധർമ്മവും നീതിയും സ്ഥാപിക്കുന്നതിനുള്ള ആർജവം കൂടിയോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ റിസൾട്ട് കിട്ടും. അവിടെ ചെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നഷ്ടം വരാതിരിക്കാൻ നോമ്പിൻ്റെ ഈ സന്ദർഭങ്ങളിൽ തന്നെ അതിനുള്ള എല്ലാവിധ ശ്രമങ്ങളും ഓരോരുത്തരും നടത്തുന്നതാണ്. അതിന് യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം, ഇതൊരു ലേശം ബുദ്ധിമുട്ടിയൊരു സംഗതി ആയതുകൊണ്ടാണ്, നിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, മുമ്പും അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊരു സാന്ത്വനത്തിൻ്റെ വചനമാണത്. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മുമ്പുള്ള സമുദായങ്ങൾക്കും അവരുടെ ജീവിത വിജയത്തിൻ്റെ വഴിത്താര കണ്ടെത്താനുള്ള തഖ്വ ഉണ്ടാക്കിയെടുക്കാൻ ഇങ്ങനെ വ്രതം നിർബന്ധമാക്കി. അത് നിങ്ങൾക്ക് ഞാൻ നിർബന്ധമാക്കിയിരിക്കുന്നു. ആദ്യം പറഞ്ഞു യാത്രയിലും അല്ലാത്ത സമയത്തും വേറെ ദിവസം പിടിച്ചാൽ മതിയെന്ന്. പിന്നെ വ്രതത്തിൻ്റെ നിയമം വന്നപ്പോൾ നിർബന്ധിച്ചില്ല. വ്രതം നിർബന്ധമാക്കിയെന്ന് പറയുമ്പോഴും അതിൻ്റെ മുകളിൽ ഒരു കഠിന നിർബന്ധം വരാതെ വ്രതം അനുഷ്ഠിക്കാത്തവന് അതിനുള്ള കോമ്പൻസേഷൻ കൊടുത്താൽ മതി എന്നൊരു ഇളവ് കൊടുത്തു. അത് മനുഷ്യ മനസ്സിനെ ടെസ്റ്റ് ചെയ്താൽ നമുക്കറിയാമല്ലോ,
നിർബന്ധിച്ചിട്ട് ചെയ്യുന്നതും പറഞ്ഞിട്ട് ചെയ്യുന്നതും തമ്മിൽ ആത്മാർത്ഥതയിൽ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ആത്മാർത്ഥമുള്ളവൻ ഞങ്ങൾ ചെയ്യും. നിയമം മൂലം നിർബന്ധിച്ച് ചെയ്യുമ്പോൾ അത് ആത്മാർത്ഥ കുറവ് ഉള്ളവനെയും പിടിക്കാൻ വേണ്ടിയാണ്. അത് കൃത്യമായി അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിവേചിച്ചറിയാൻ വേണ്ടി കുറഞ്ഞ സമയം ഈ രണ്ടായത്തുകൾ തമ്മിലുള്ള അവതരണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാംക്ഷിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് മുമ്പ് വ്രതം നിർബന്ധമാക്കി, അത് സൂക്ഷ്മത ഉണ്ടാവാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് സൂക്ഷ്മത വേണമെങ്കിൽ വ്രതം അങ്ങനെ നോമ്പ് പിടിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ അങ്ങ് പറഞ്ഞു. നീ പിടിച്ചില്ലെങ്കിൽ ഫിദിയ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞെങ്കിലും വ്രതം സ്വന്തം നിലയ്ക്ക് നന്മ ചെയ്യണത് വ്രതം അനുഷ്ഠിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. ആദ്യത്തെ ദിവസം കുറേ ദിവസങ്ങളിൽ 2-3 ദിവസമൊക്കെ മിക്കവാറും പ്രശ്നം ഉണ്ടാവുമല്ലോ. ഈ വ്രതം എന്ന് പറയുന്ന ഒരു സംഗതി സൗം, റമളാൻ ഞാൻ നേരത്തെ പറഞ്ഞ് മനുഷ്യ മനസ്സിൻ്റെ ദുഷ്ടതകളെ കരിച്ചു കളയുന്ന ഒരു പ്രത്യേകമായ ഒരു മാസം. അതിൽ സൗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സ്റ്റൈൻ, വർജനം എന്നാണ്. പിടിച്ചു നിൽക്കുക എന്ന് വേറൊരു വാക്ക്. അതായത് ഉദ്ദേശ ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്തുക എന്ന് വിശദമായി പറയാം. ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി ചില സംഗതികളിൽ സൂക്ഷ്മത പുലർത്തുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുക. അന്നപാനീയങ്ങളും വൈകാരികമായ പൂർത്തീകരണത്തിനുള്ള ഇടപാടുകളും വിട്ടു നിൽക്കുക എന്നുള്ളതാണല്ലോ. അതാണ് സൗം. ഈ സൗമും റമളാനും വല്ലാത്ത വാക്കുകളാ. ഇങ്ങനെ ദൃഢമായി മനുഷ്യ മനസ്സിനെ മറ്റു ചായ്വുകളിൽ നിന്ന് പിടിച്ചു നിർത്തുന്ന ആ പിടിച്ചു നിർത്തലിലാണ് യഥാർത്ഥത്തിൽ ഈ ദുഷ്ടതകൾ കരിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ പാപങ്ങൾ ഉണ്ടാവില്ല. ഈ പാപങ്ങൾ ഉണ്ടാവാതിരിക്കാനും ദുഷ്ടതകൾ കരിഞ്ഞു പോകാനും എല്ലാ സന്ദർഭങ്ങളിലും ഒരുപോലെ ആയാൽ അതിന് പ്രാധാന്യമില്ലല്ലോ. അതുകൊണ്ട് മനുഷ്യൻ ഈ അനുഗ്രഹത്തിൻ്റെ വിജ്ഞാനം നൽകിയ ആ മാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ട ഒരു മാസമായി തിരഞ്ഞെടുക്കുകയും അതിന് എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്തു. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ആ മാസത്തിലാണ് നിങ്ങൾക്ക് ഈ ഖുർആൻ അവതരിപ്പിച്ചു തന്നത്. ഹുദൽ ലിന്നാസ്, അത് സത്യവിശ്വാസികൾക്കും മുസ്ലിങ്ങൾക്കൊന്നും മാത്രമല്ല, ജനങ്ങൾക്കാകമാനം ജീവിത മാർഗദർശനമായിട്ടാണ്. വബയ്യിനാത്തും മിനൽ ഹുദാ, അതായത് ജീവിത മാർഗദർശനത്തിൻ്റെ വ്യക്തമായ തെളിവുകൾ. വൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനം. എന്താണ് സത്യം, എന്താണ് അസത്യം, എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, എന്ത് നല്ലത്, എന്ത് ചീത്ത, ഇത് പറയാൻ ഈ പ്രപഞ്ചത്തിൽ അധികാരമുള്ള ഏകശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഉള്ളൂ. ഇതാണ് നന്മ, ഇതാണ് തിന്മ എന്ന് പറയാൻ ആർക്കും ആത്യന്തികമായ അവകാശമില്ല. കാരണം അത് ഉണ്ടാക്കിയവനാണ് അതിൻ്റെ അവകാശം. ഇതാണ് സത്യം, ഇതാണ് അസത്യം എന്ന് പറയാൻ ഏക അവകാശി അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പം അത് പറഞ്ഞു തരുന്ന ഒരു ഗ്രന്ഥം, ഇത് വലിയ ഗ്രന്ഥത്തിൻ്റെ മൂലഗ്രന്ഥത്തിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. ആദം നബി മുതൽ ഇറക്കിക്കൊടുത്ത എല്ലാ ദിവ്യ വെളിപാടുകളും അള്ളാഹുവിൻ്റെ ഈ മൂലഗ്രന്ഥത്തിൽ സുരക്ഷിതമാണ്. ഖുർആനായാലും ബൈബിളായാലും തൗറാത്തായാലും അതുപോലെയുള്ള സബൂറായാലും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിൽ ലാംഗ്വേജിൻ്റെ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ, തത്വം ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ മാസം ഒരു അനുഗ്രഹത്തിൻ്റെ മാസമായി. ആ മാസത്തിൽ മനുഷ്യൻ്റെ ദുഷ്ടതകളെ പിടിച്ചു കെട്ടാൻ മനുഷ്യൻ ശ്രമിക്കുമ്പോൾ ഇബ്ലീസിനെ അഴിച്ചുവിട്ടാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് ഇബ്ലീസിനെ ചങ്ങലക്കിടുന്ന മാസമാക്കി. ഇബ്ലീസിനെ ചങ്ങലക്കിട്ട് തരികയാണ്. നിന്റെ മനസ്സിന്റെ ദുഷ്ടതകളെ പിടിച്ചു നിർത്താനുള്ള ഒരു മാസമാണ്. അതുകൊണ്ട് ഇബ്ലീസിനെ പൂർണ്ണമായും നാം നിന്റെ നിന്ന് ചങ്ങലക്കിട്ടോളാം എന്ന് അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനമാണ്. മാത്രമല്ല കൂടുതൽ സൗകര്യം ചെയ്തിട്ടുണ്ട്. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു നോക്കുന്നു, അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറന്നു നോക്കുന്നു, നരകത്തിന്റെ കവാടം അടച്ചു വെക്കുന്നു. നരകത്തിലേക്ക് പോകാനുള്ള എല്ലാ വഴിയും സത്യവിശ്വാസികളുടെ മനസ്സിൽ നിന്നിട്ട് അടച്ചു കളയുന്നു. നീ നിന്റെ ദുഷ്ടതകളെ കരിച്ചു കളയാനുള്ള ഒരു ദൃഢമായ ഒരു നീയത്ത്, അതിൻ്റെ ഏറ്റവും അനിവാര്യമായ സംഗതി. നീ സാധാരണയായി നിലനിൽപ്പിൻ്റെ അനിവാര്യത എന്നൊക്കെ വിചാരിച്ച് വാരി തിന്നുകൊണ്ട് നടക്കണ ഈ ഭക്ഷണം ഉണ്ടല്ലോ, അതും അനുഭൂതിപൂർവകമായ ലൈംഗികാസ്വാദനങ്ങളും, അത് രണ്ടും ഒഴിവാക്കണം. അത് ഒഴിവാക്കുമ്പോൾ തന്നെ മറ്റു പല സംഗതികളും അതുകൊണ്ട് ഒഴിവായി പോയെന്നാണ്.
ഈ രണ്ട് സംഗതികൾക്കും, ആഹാരത്തിനും അതുപോലെ തന്നെ മനുഷ്യന്റെ വംശവർദ്ധനവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുന്ന ഈ ലൈംഗിക ആസക്തിക്കും വേണ്ടിയാണ് മനുഷ്യന്റെ കൂടുതലും അടിയും വഴക്കും കുത്തും കുഴപ്പവും ഒക്കെ അതിനാണ്. അത് വേണ്ടെന്ന് വെച്ചാലോ മിക്കവാറും ഒരുപാട് സംഗതികൾ, അസൂയ ഉണ്ടാവില്ല, പക ഉണ്ടാവില്ല, കിടമത്സര്യങ്ങൾ ഉണ്ടാവില്ല, എല്ലാം ബേസ് ചെയ്ത് നിൽക്കണം ഇതില്ല. അപ്പം അതിനെ അവിടെ പിടിച്ചിട്ട് സൗമാക്കണം, നിർത്തണം. നിവർജനം, ആഹാരവർജനം, അതായത് അതിൽ ഉറപ്പിച്ച് നിർത്തുക, എന്നിട്ട് കരിച്ചു കളയാൻ പറയാം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിന് ഒരു പ്രാവശ്യം നീ സാധാരണ നിലയിൽ പറയുന്ന ഒരു സംഗതി റമളാനിൽ പറഞ്ഞാൽ മിനിമം 70, അതും ബമ്പറ. സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്നൊരാൾ ഒരു പ്രാവശ്യം സാധാരണ ദിവസത്തിൽ പറയുന്നത് റമളാനിൽ പറഞ്ഞാൽ അതിന് 70 കൂലി. അതുകൊണ്ട് ജനറലായിട്ടൊരൊറ്റ സംഗതി, എന്താണ് നിങ്ങൾക്ക് വേണ്ടിയത്? ആദ്യം നിങ്ങൾ ആ ആദർശങ്ങൾ പ്രഖ്യാപിക്കുക. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ശരി, അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഭയങ്കരമാണ് സംഭവം. നമ്മൾ സാധാരണ നിലയിൽ അറിയാതെ ഇങ്ങനെ ഓതിപ്പോണെങ്കിലും വലിയ ഗൗരവമുള്ള കാര്യമാണ്. ആദ്യം ഈ മഹത്തായ ഞാൻ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നത് പ്രഖ്യാപിക്കുക. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. അതായത് യാതൊരു തരത്തിലുള്ള പാപവും നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി കവചം ആവശ്യപ്പെടുന്നു. ഇസ്തഗ്ഫറ, ടു സീക്ക് പ്രൊട്ടക്ഷൻ എന്നാണ്. ഇംഗ്ലീഷ് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാവും. പാപമോചനം എന്നതിനേക്കാൾ പാപങ്ങൾ പെരളാതിരിക്കാനുള്ള, ഫസ്തഗ്ഫിർലി ദംബിക എന്ന് പറഞ്ഞാൽ നിന്നെ പാപത്തിന്റെ കറ ബാധിക്കാതിരിക്കാനുള്ള കാവലിനെ ചോദിക്കുക എന്നാണ് ഇസ്തിഗ്ഫാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന, എനിക്ക് വേണ്ടത് മഹോന്നതമായ സ്വർഗമാണ്. വഅഊദു ബിക മിനൻ നാർ. അതിന് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാവും. അതിന് പ്രത്യേകമായ അനുഗ്രഹം വേണം. അതുകൊണ്ട് നിരന്തരം 10 ദിവസം അല്ലാഹുമ്മ അർഹംനി യാ റഹ്മാൻ റഹീം, അല്ലാഹുമ്മ അർഹംനി യാ റഹ്മാൻ റഹീം, അല്ലാഹുമ്മ അർഹംനി യാ റഹ്മാൻ റഹീം, അല്ലെങ്കിൽ അല്ലാഹുമ്മ അർഹംനാ യാ റഹ്മാൻ റഹീം. എല്ലാവരും കൂടെ പറയാം. അതിൻ്റെ ആ കണക്ഷൻ തന്നെ ഭയങ്കര. അതായത് മനുഷ്യ മനസ്സിന്റെ ദുഷ്ടതകളുമായി സത്യവിശ്വാസത്തിന്റെ സന്മനസ് പോരാട്ടത്തിലാണ്. ആ പോരാട്ടത്തിലെ സഹായത്തിന് അനുഗ്രഹം അനിവാര്യമാണ്. അതുകൊണ്ട് നാഥ, നീ എന്നെ അനുഗ്രഹിക്കണേ, നിന്റെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണേ തമ്പുരാനെ എന്നിങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു. വളരെ ഉന്നതമായ ആദർശം, മനുഷ്യർക്കാകമാനം ജീവിത വിജയത്തിന്റെ ഏറ്റവും മഹത്തായ ആപ്തവാക്യം. അത് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനത്തിൽ ആരാധനയ്ക്ക് അർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. സാക്ഷ്യം വഹിക്കൊണ്ടോ ഇല്ല എന്നുള്ള വിഷയം വേറെ, പക്ഷെ പ്രഖ്യാപനം എങ്ങനെയാണ്? അല്ലാഹു അല്ലാത്ത മറ്റാരും നിയമ നിർമ്മാതായോ നായകനോ സംരക്ഷകനോ മനുഷ്യന്റെ രക്ഷകനോ ആയി ഇല്ല. എല്ലാ നന്മയും അവനിൽ നിന്നാണ് വരുന്നത്, തിന്മകളുടെ സൃഷ്ടാവും അവൻ തന്നെയാണ്. എൻ്റെ ഭാഗ്യ ദൗർഭാഗ്യങ്ങൾ തീരുമാനിക്കുന്നത് അവനാണ്. എൻ്റെ തല കുനിക്കേണ്ടത് അവൻ്റെ മുന്നിലാണ്. അവനല്ലാതെ ആരുടെയും മുന്നിൽ എൻ്റെ അഭിമാനം കുനിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അന്തസ്സുള്ള ഒരു പൗരനാണ്. അള്ളാഹുവിനെ പ്രതിനിധീകരിക്കാൻ വേണ്ടി ഭൂമിയിൽ എത്തപ്പെട്ടവനാണ്. എനിക്കുള്ള ആയുസ് ക്ലിപ്തമാണ്. എനിക്കുള്ള വിഭവങ്ങളും കണക്കാക്കപ്പെട്ടതാണ്. ആര് വിചാരിച്ചാലും ഒരു തരി പോലും അതിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. എനിക്ക് തീരുമാനിക്കപ്പെട്ട ഒരു തുള്ളി വെള്ളം ആർക്കും തട്ടിയെടുക്കാനാവില്ല. എൻ്റെ വിധിയെ ആർക്കും മാറ്റാൻ സാധ്യമല്ല. എൻ്റെ നന്മയും എൻ്റെ തിന്മയും അവൻ്റെ കൈവശമാണ്. അവനാണ് ഈ ലോകത്തിൻ്റെ നാഥൻ, യജമാനൻ, സൃഷ്ടാവ്, സംരക്ഷകൻ, നാഥൻ, കാരുണ്യവാൻ, നീതിമാൻ, മഹാൻ, ഉന്നതൻ, കേൾക്കുന്നവൻ, കാണുന്നവൻ, അറിയുന്നവൻ. അതെ, ഞാൻ ഉറക്കെ പറയുന്നു, അവനല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അതവിടെ പറയണ്ട. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ആ നാഥനിലേക്ക് എൻ്റെ വികാരങ്ങൾ, വിചാരങ്ങൾ, ചിന്തകൾ, ആശകൾ, അഭിലാഷങ്ങൾ, പ്രതീക്ഷകൾ എല്ലാം അവനുമായി നാം ബന്ധിപ്പിക്കുന്നു.
ഞാൻ അവന് വേണ്ടി സാക്ഷ്യം വയ്ക്കുന്നു. അവൻ എന്നോട് പറഞ്ഞിരിക്കുന്നു, നിന്റെ പ്രയാണം ദാറുസ്സലാമിലേക്കാണ്, സ്വർഗത്തിലേക്കാണ്. നീ നരകത്തിൽ നിന്ന് എപ്പോഴും മോചനം അന്വേഷിക്കണം, അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ആദ്യമായി ഖുർആൻ എടുത്തു പറഞ്ഞ ഒരു സംഗതി. വഖിനാ അദാബന്നാർ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഖുർആനിൽ 29 പ്രാർത്ഥനകൾ എടുത്തു പറയുന്നുണ്ട്. അതിൽ ആദ്യമായി പറഞ്ഞ പ്രാർത്ഥന ഇതാണ്. അപ്പോ ഞാൻ നരകത്തിൽ നിന്ന് മോചനം അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ പ്രക്രിയയിൽ, ഈ പ്രവർത്തനത്തിൽ ഇന്നലെ വരെ ഇഷ്ടം പോലെ തിന്നും കുടിച്ചു നടന്ന എനിക്ക് പലപ്പോഴും കാലിടറാനോ അടിപതറാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാഥ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. നോമ്പുകാരന്റെ വികാരം, വ്രതാനുഷ്ഠാനം നടത്തുന്നവന്റെ വികാരം ഉറപ്പിച്ചു നിർത്തുന്ന ആ ആവശ്യത്തിലേക്കുള്ള വികാരം അങ്ങനെ ആയിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ ഉന്നതമായ സൗഭാഗ്യം ലഭ്യമായ മാസത്തിൽ ഈ നോമ്പിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തത് എന്ന്. വങ്കാന മരീളൻ ഔ അലാ സഫരിൻ, ആരെങ്കിലും യാത്രയിലായാൽ അല്ലെങ്കിൽ രോഗിയായാൽ ഈ മാസത്തിൽ ഹാജരുണ്ടെങ്കിലും അവന് തൽക്കാലം ഒഴിവുണ്ട്. പക്ഷെ അവന് ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റു മാസങ്ങളിൽ ആ നോമ്പ് അനുഷ്ഠിക്കണമെന്ന്. നേരത്തെ പറഞ്ഞതുപോലെ ഫിദിയ കൊടുത്ത് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടച്ചിട്ട് ഒടുവിൽ വന്ന നിയമത്തിന്റെ ആയത്താണ് ഞാൻ നിങ്ങളെ മുന്നിൽ കേൾപ്പിച്ചത്. ഇതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട അള്ളാഹു നിങ്ങളെ ബുദ്ധിമുട്ടിക്കണം എന്ന് വിചാരിക്കുന്നു എന്നാണ്. അള്ളാഹു എടുത്തു പറഞ്ഞു, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കർക്കശമായ ഒരു നിയമം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല, നിങ്ങൾക്ക് നന്മയുണ്ടാക്കാനാണ്. ശ്രദ്ധിക്കാതെ വിട്ടാൽ, നമുക്കറിയാമല്ലോ, ഒരു ചെറിയ കുട്ടിയെ കുറേ സാധനങ്ങളുമായിട്ട് ശ്രദ്ധിക്കാതെ വിട്ടാൽ അതെല്ലാം എടുത്ത് കൈവെട്ടി കാല് വെട്ടി മുറിച്ചൊക്കെ കുലുമാലുണ്ടാക്കും. അതുപോലെ ദുന്യാവിൽ ഒരുപാട് കോടാലികളുണ്ട്. ആ കോടാലികളെല്ലാം വലിച്ച് കയ്യിലും കാലിലിട്ട് നമ്മൾ പൊട്ടിക്കും. അതുകൊണ്ട് അതൊന്നും ചെയ്യാതിരിക്കാനാണ് അതിനെ സംബന്ധിച്ച് ശക്തമായ വിലക്കും നിർദ്ദേശവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥ സത്യവിശ്വാസിക്കുണ്ടാവേണ്ട. ആർഭാടാലങ്കൃതമായ ഭൗതിക ജീവിതത്തിന്റെ പിന്നാലെ മനസ്സ് പായിക്കരുത് എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഞാൻ ദുന്യാവിൽ സൂയിക്കുന്നത് കൊണ്ട് ദേഷ്യമുണ്ട് എന്നുള്ള നിലയ്ക്കല്ല, ഇത് ഞാൻ ചെയ്തു പോയാൽ ഞാൻ നഷ്ടത്തിലായി പോവും എന്നുള്ള അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരു ഒഴുക്കാണ് ആ നിർദ്ദേശമെന്ന് മനസ്സിലാക്കാൻ സത്യവിശ്വാസി കഴിയണം. ഈമാൻ ഉള്ളിൽ ചെന്നാലേ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. വലിതുക്മിലുൽ ഇദ്ദത, അങ്ങനെ നിങ്ങൾ എണ്ണം പൂർത്തീകരിക്കുക. എന്നിട്ട് വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നിങ്ങൾക്കിത് ഈ ഒരു ഹിദായത്ത്, ഈ സന്മാർഗ ദർശനം നൽകിയ രക്ഷിതാവിന്റെ സ്തോത്രം ഉറക്കെ ഉറക്കെ പാടാൻ, ഉറക്കെ ഉറക്കെ അള്ളാഹുവിനെ സ്തുതിക്കാൻ. ഈ റമളാനിന്റെ അവസാനം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അത് നമ്മൾ പൂർത്തീകരിക്കുന്നുണ്ട്. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടി, അതായത് നന്ദിയുള്ള അടിമകളായി ജീവിക്കാൻ വേണ്ടിയാണ് ഈ സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ശാസ്ത്രീയവും യുക്തിഭദ്രവും ആഴത്തിൽ അറിവുള്ളവനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നടപടിക്രമങ്ങളാണ്. അത് നമ്മുടെ ശാരീരികവും മാനസികവുമായ നന്മയ്ക്ക്, കുടുംബപരവും സാമൂഹികപരമായ അഭിവൃദ്ധിക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതാണ്. എങ്ങനെയെങ്കിലും കുറച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണിയിരുന്ന് ഓമ്പൊക്കെ തുറന്ന് അല്ലെങ്കിൽ തറാവിയൊക്കെ നിസ്കരിച്ച് ഈ മാസം കഴിച്ചുകൂട്ടി കളയണം എന്നല്ല യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത്. ഇത് അവസാനത്തെ, എൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ അവസാനത്തെ ഏറ്റവും സുവർണമായ ഒരു അവസരമാണ്. ഇനി അടുത്ത വർഷം ഞാൻ ഒരുപക്ഷെ ഇതുപോലെ ഈ റമളാനിൽ ജീവിച്ചിരുന്നതൊക്കെ ചെയ്തുകൊള്ളും എന്ന് എനിക്ക് ഉറപ്പില്ല എന്നുള്ള നിലയിൽ ഓരോരുത്തരും കിട്ടിയ ഈ അവസരം അവനവന്റെ സ്വർഗം സമ്പാദിക്കുന്നതിന് വേണ്ടിയാക്കിയെടുക്കണം. അതിന് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ യംബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി
سبحانك لا نحصي ثناء كما أثنيت نفسه لك الحمد حتى ترضى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوة الأحباء أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന്, അതായത് സൂക്ഷ്മത പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോടും എന്നോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സൂക്ഷ്മത ഉണ്ടാവാനാണ് നോമ്പ്. നോമ്പുകൊണ്ട് സൂക്ഷ്മത ഉണ്ടാവുന്നുണ്ടോ എന്ന് യഥാർത്ഥത്തിൽ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിന് ഒരു പ്രധാനപ്പെട്ട, ഈ സൂക്ഷ്മതയിൽ നിലനിൽക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയും കൂടി ഇതിനോടനുബന്ധിച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. നോമ്പിൻ്റെ നിയമം പ്രഖ്യാപിച്ച് അതിൻ്റെ കർമ്മശാസ്ത്രപരമായ ചില സംഗതികൾ അന്ന് പ്രഖ്യാപിക്കപ്പെട്ട സമൂഹത്തിന് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അത് വിശദീകരിക്കുന്നതിന് മുമ്പ് മനുഷ്യ മനസ്സുകളെ അങ്ങഴത്തിൽ സ്പർശിച്ചുകൊണ്ട് ഏറ്റവും മഹത്തായ സാന്ത്വനത്തിൻ്റെ ഒരു വചനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത് പറയുന്നത്. നോമ്പിൻ്റെ നിയമം പറഞ്ഞു, കർമ്മശാസ്ത്ര വിശദാംശങ്ങൾ നൽകുന്നതിന് ഇടയിൽ പറഞ്ഞ ഈ വിഷയത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ. പ്രാർത്ഥനയുടെ സംഗതി അവിടെ പറയുന്നു. എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ മുഹമ്മദേ, അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഒരുപാടുണ്ട്, അതെന്ന് പറഞ്ഞാൽ സമയം ഉണ്ടാവില്ല. നമ്മളെ രക്ഷിതാവ് അടുത്താണോ എങ്കിൽ നമുക്ക് സ്വകാര്യമായി ചോദിക്കാം, അല്ലെ രക്ഷിതാവ് അകലെയാണെങ്കിൽ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാമെന്നൊക്കെ സഹാബാക്കളുടെ ചർച്ച, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ആയത്ത് വരുന്നത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ചോദിക്കുന്നവന് ഉത്തരം നൽകിക്കൊണ്ട് ഞാൻ വളരെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് നീ അവനോട് പറയണം. മനുഷ്യന് ഏറ്റവും വലിയ സാന്ത്വനമാണത്, രക്ഷിതാവിൻ്റെ സാന്നിധ്യം അടുത്താണ് എന്ന്. അവൻ എന്നിൽ വിശ്വസിക്കുകയും എൻ്റെ ആഹ്വാനം ചെവിക്കൊള്ളുകയും ചെയ്യട്ടെ. അതായത് മനുഷ്യന് പ്രാർത്ഥിച്ചോളട്ടെ, അല്ല കൊടുക്കുമെന്ന് ഉറപ്പിച്ചോളട്ടെ. ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. അതായത് നീ പറയ പ്രവാചകരെ, അവരുടെ പ്രാർത്ഥന ഇല്ലായിരുന്നെങ്കിൽ അവരെ നാം പരിഗണിക്കുമായിരുന്നില്ല. അപ്പം നമ്മളും അള്ളയും തമ്മിലുള്ള സുദൃഢമായ ബന്ധം ഈ പ്രാർത്ഥനയാണ്. വഖാല റബ്ബുക്കും അദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിട്ടുണ്ട്, എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇന്നല്ലദീന യസ്തക്ബിറൂന സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അള്ളാഹുവിനെ പ്രാർത്ഥിക്കാതെ ധിക്കാരപൂർവ്വം നടക്കുന്നവനെ താമസിയാതെ നരകക്കൊണ്ടിലേക്ക് തള്ളിയിടും. ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്, അദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫ്യ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. വളരെ രഹസ്യമായും അതുപോലെ തന്നെ താഴ്മയോടുകൂടിയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുള്ള, ഒച്ചത്തിൽ നിലവിളിച്ചിട്ട് പ്രാർത്ഥിക്കാനല്ല, പഠിച്ചോനെ അങ്ങനെ വേണ്ട, വളരെ രഹസ്യമായി ഇങ്ങോട്ട് താ എന്നുള്ള കോലത്തിലൊന്നും പറയാൻ പാടില്ല. അല്ലാഹ് താഴ്മയോട് പറയാം. അതിൽ നമ്മളെ പഠിപ്പിച്ചത്, പറയാൻ പോകുന്നതിന് മുമ്പ് അവൻ്റെ സ്ഥാനത്തെ ഒന്ന് മനസ്സിലാക്കണം. ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും നാഥനുമാണ്. ഇതെല്ലാം എങ്ങനെ ഒരു തെറ്റും കൂടാതെ എങ്ങനെ സംവിധാനിച്ചു കൊടുക്കണം. അതുകൊണ്ട് എല്ലാ സ്തുതിയും തമ്പുരാന് നിനക്ക് തന്നെ അങ്ങ് പറഞ്ഞാളാന്നാണല്ലോ പറയുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ നിന്നോട് ചോദിക്കാൻ വന്നിരിക്കുന്നു, ആ തൗഫീഖ് പോലും നീ എനിക്ക് തന്നതാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. മഹാകാരുണ്യവാൻ റഹ്മാൻ റഹീം. എല്ലാം നോക്കി അവസാനം തീരുമാനം എടുക്കുന്ന ഒരു അന്ത്യദിനമുണ്ട്, അതിൻ്റെ ഉടമസ്ഥൻ നീയാണ്, മാലിക് യൗമിദ്ദീൻ. അങ്ങനെ സ്തുതിച്ചാൽ മാത്രം പോരാ, ഉറപ്പും വേണം. എന്നോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ, എന്നെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് നീ പറയണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നാവുകൊണ്ട് പറയിക്ക.
നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. എന്താ ചോദ്യം? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. എപ്പോഴും ജീവിതത്തിൽ നേരായ പാത, നേരായ പാത തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഫർള് 100% ഫർള്, ഓരോരുത്തർക്കും ഫർളാണ്. ആ നേരായ പാതയുടെ വിശദാംശങ്ങളാണ് നമ്മുടെ മുമ്പ് പോയ കുറെ ആളുകളുണ്ട്. നബിമാരാണ്, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കള്, സാലിഹീങ്ങൾ. അവരെ അൻഅമല്ലാഹു മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാ വസാലിഹീൻ സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അതാ പറയണത്. മഹാന്മാരായ ആളുകൾ, ഞങ്ങളുടെ മുന്നിൽ നടന്നുപോയ മനുഷ്യന്മാർ, നിന്റെ അനുഗ്രഹത്തിന് പാത്രമായ ആളുകൾ, ആ ആളുകളുടെ പാതയിൽ ഞങ്ങളെയും നയിച്ചുകൊണ്ട് തരണേ തമ്പുരാനെ. വല്ലാത്തൊരു ചോദ്യം. എന്നിട്ട് ഇവിടെ കുഴപ്പമുണ്ടാക്കിയ ചിലരുണ്ട്, ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾ. എന്തെല്ലാം കുഴപ്പമുണ്ടായി. നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു. അത് ഉഷ്ണകാലത്ത് വന്നപ്പോൾ ശൈത്യകാലത്തേക്ക് അങ്ങ് മാറ്റി വെച്ചു. പിന്നെ 2 അപ്പുറത്തും 2 ഇപ്പുറത്തും ചേർച്ചു. പിന്നെ 30 എന്നുള്ളത് 40 50 ബുദ്ധിമുട്ടായപ്പോൾ രാവിലെ വെള്ളം കുടിക്കാൻ തീരുമാനിച്ചു. പിന്നെ ചില ആഹാരങ്ങൾ തീരുമാനിച്ചു, ചില ആഹാരങ്ങൾ വർജിച്ചു. ചുരുക്കി പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത് മുഴുവനും തകർത്ത് താറുമാറാക്കി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപമേറ്റുവായി. ഒരു വിഭാഗം ആളുകൾ നിന്ദ്യരായ കുരങ്ങന്മാരാവട്ടെ എന്ന് അള്ളാഹുവിന്റെ ശാപം ഏറ്റുവാങ്ങുമാറ് തോന്നിയാസം കാണിച്ചു. ആയിരൽ മഗ്ദൂബി അലൈഹിം. അള്ളാഹുവിന്റെ കോപം എത്തിയ കുറെ ആളുകളുണ്ട്. അവരെ വഴിയല്ല തമ്പുരാനെ. വേറെ ആളുകൾ അല്ലാഹ് 3-ൽ 3-മനാണെന്ന് പറയും. ഇന്നല്ലാഹ സാലിസു സലാസ മാലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഹിം. അവർക്കും അവരുടെ പൂർവ്വപിതാക്കന്മാർക്കും അതിനെക്കുറിച്ച് വിവരമൊന്നുമില്ല. ഈ യഖൂലൂന ഇല്ലാ കദിബ, കള്ളല്ലാതെ ആ കാര്യത്തിൽ അവർ പറയുന്നില്ല. വലല്ലാലീൻ, അതുകൊണ്ട് അവർ വഴിപഴിച്ചു വരിക്കുന്നു. ആ വഴിയല്ല. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അത് നമ്മുടെ ആവശ്യമാണ്. അതിലെല്ലാം ഉണ്ട്, എല്ലാം അതിനകത്തുണ്ട്. നേരായ ഭക്ഷണം, നേരായ വഴി, നേരായ ചിന്ത, നേരായ എഴുത്ത്, നേരായ പദം, നേരായ വർത്തമാനം, നേരായ പ്രസംഗം, എല്ലാം നേരായത് മാത്രം. ആവശ്യമായത്, മിതമായത്, അളവിൽ മിതമായത്, അതൊക്കെയാണ് നേരായത്. ബാക്കിയെല്ലാം ളുൽമാണ്. ളുൽമെന്ന് പറഞ്ഞാൽ നേരല്ലാത്ത അക്രമം, ക്രമം തെറ്റിയത്. എന്തും ഇസ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരല്ലാത്തത്, ദബ്ദീർ എന്ന് പറഞ്ഞാലും നേരല്ലാത്തത്. അപ്പൊ നേരായത് മാത്രം തരണേ. വലിയ ആഴത്തില ചോദ്യം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞു, ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. നീ ചോദിച്ച ഹിദായത്തല്ലേ, ഇതാ പിടിച്ചോ. ഈ പുസ്തകത്തിന് മുഴുവൻ അത് തന്നെ, അത് ഇറക്കി തന്ന മാസം. അപ്പോൾ അത് നിങ്ങൾ ദ്വാരുന്നുകൊണ്ടേയിരിക്കണം, ഒരുപാടുന്നുകൊണ്ടേയിരിക്കണം. വദഊഹു ഖൗഫൻ വതമഅ, പേടിച്ചിട്ടാണ്. പടച്ച തമ്പുരാനെ, നീ എന്താണ് പരീക്ഷണം ഏർപ്പെടുത്തുക എന്ന് അറിയില്ലെന്ന് ഒരു പേടി. അതേസമയം നീ എൻ്റെ നാഥനാണ്, എന്തായാലും എന്നെ കൈവിടില്ല എന്നൊരു പ്രതീക്ഷ. അങ്ങനെ പേടിയുടെയും പ്രതീക്ഷയുടെയും മഹത്തായ ഒരു മാനസികാവസ്ഥ. അങ്ങനെ വേണം, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുൽ ജന്നത വഅഊദു മിനന്നാർ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അതൊക്കെ ഇങ്ങനെ ഓരോന്നും പഠിപ്പിച്ചത്. നിരന്തരമായ പ്രാർത്ഥന, പ്രാർത്ഥനയിലൂടെ വിജയം. ജീവിതം തന്നെ പ്രാർത്ഥന. അദ്വാഹു വൽ ഇബാദാണ്. അതായത് ദ്വാ എന്ന് പറഞ്ഞാൽ തന്നെ ആരാധനയാണ്. സിലാഹുൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ ആയുധമാണത്. അത് ഇമാദുദ്ദീൻ, ഈ ദീനിന്റെ തൂണാണ്. നൂറുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ പ്രകാശമാണ് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനയാണ് ബലം, സെൽഫ് കോൺഫിഡൻസ്, ആത്മബലം ഉണ്ടാക്കാൻ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നിരന്തരമായി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനാ നിരതമായ ദിനരാത്രങ്ങൾ, അതാണ് റമളാൻ. അവിടെ ആ റമളാനിൽ കരിച്ചു കളയുന്നത് ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. പ്രാർത്ഥന എന്തായാലും നടത്തുമെന്ന് ദൃഢമായി നിശ്ചയിക്കുക. അതിനാവശ്യമായതൊക്കെ സ്വീകരിക്കുകയും അല്ലാത്തതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക. സ്വന്തത്തോട് ചെയ്യുന്ന ഈ നീതി കുടുംബത്തോടും ചെയ്യുമ്പോൾ കുടുംബം മുഴുവനും പ്രാർത്ഥനാ നിരതമാവും, സമൂഹം പ്രാർത്ഥനാ നിരതമാവും. അള്ളാഹു തീരുമാനിച്ച ഈ റമളാനിൽ അള്ളാഹു നിശ്ചയിച്ച ഔന്നത്യത്തിലേക്ക് മെല്ലെ 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 പോവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ സാധിച്ച് 1 മാസത്തെ ട്രെയിനിങ് കഴിയുമ്പോൾ സമ്പൂർണമായി മനസ്സ്
അള്ളാഹുവിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രകാശമാനമായ ഒന്നാവും. ഈ ആകാശഭൂമിയുടെ പ്രകാശമായ രക്ഷിതാവിന്റെ പ്രകാശത്തിൽ നിന്ന് കൊളുത്തിയ പ്രകാശമാണ് ഈ ഖുർആൻ. പ്രകാശനിർമ്മിതമായ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജിബ്രീലാണ് കൊണ്ടുവന്നത്. ലോകത്തിനാകെ പ്രകാശം പരത്തുന്ന മഹാനായ പ്രവാചകന്റെ ഹൃദയത്തിലാണ് ഇത് അവതരിച്ചത്. ആകെ പ്രകാശമയമാണ്. നമ്മുടെ ജീവിതവും പ്രകാശമാനമാക്കണം. അള്ളാഹുമായിട്ടുള്ള നിരന്തരമായ ബന്ധം ഒരേ ഒരു വഴിയേ ഉള്ളൂ. താഴ്മയോടെ, ഏറ്റവും താഴ്മയോടെ, എത്രത്തോളം താഴാമോ അത്രത്തോളം താഴ്മയോടെ നാഥ നീ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് വിജയിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർളന അബൂബക്കർ വഉമർ വഅലിയും ബഖിയത്തി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഭാര്യ സന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും കുടുംബക്കാർക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും ഉസ്താദന്മാർക്കും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. മുൻകാല സത്യവിശ്വാസികൾ നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഈ റമളാൻ നിന്റെ തൃപ്തി ഏത് രീതിയിലാണ് അതനുസരിച്ച് പ്രയോജനപ്പെടുത്താനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. ഈ റമളാന്റെ എല്ലാ പ്രാർത്ഥനകളും നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഏറ്റവും നല്ല നിലയിൽ ഇബാദത്തെടുക്കാനുള്ള തൗഫീക്ക് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരണേ തമ്പുരാനെ. രോഗങ്ങളിൽ ആകപ്പാടെ മുങ്ങിക്കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ രോഗങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. കടം കൊണ്ടും സാമ്പത്തിക പ്രയാസം കൊണ്ടും വിഷമിക്കുന്ന ആളുകളുണ്ട്. അവരുടെ സാമ്പത്തിക ഞെരുക്കങ്ങളും പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. തമ്പുരാനെ, ഒരുപാട് ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റാതെ മനസ്സിന് സമ്മർദ്ദം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാ പ്രയാസങ്ങളും ഈ പരിശുദ്ധ മാസത്തിൽ നീ മാറ്റി അനുഗ്രഹം നൽകണേ തമ്പുരാനെ. തമ്പുരാനെ, ഞങ്ങളുടെ ദീനി ജീവിതം ഏറ്റവും സൂക്ഷ്മതയോടെ സൂക്ഷിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഒരുപാട് പ്രാർത്ഥിക്കാനും ഖുർആൻ ഓതാനും നിന്നടുത്ത് നിൽക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ആത്മാർത്ഥമായ ഇബാദത്തെടുക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ആരോഗ്യം നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. സമ്പത്തിലും സന്താനങ്ങളിലും നീ ഞങ്ങൾക്ക് നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് നീ ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. തമ്പുരാനെ, ഈ റമളാനിലെ പ്രാർത്ഥന നീ തട്ടൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രതീക്ഷയിൽ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നാഥ, ഞങ്ങളുടെ പ്രാർത്ഥന നീ തട്ടിക്കളയല്ല തമ്പുരാനെ. അല്ലാഹു, ഞങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളെയും നീ നിറവേറ്റി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ തമ്പുരാനെ. ശാന്തമായ ഒരു ദുനിയാവും ശാന്തമായ ഒരു മരണവും നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കണേ തമ്പുരാനെ. ഖബർ ഞങ്ങൾ പ്രകാശപൂരിതമാക്കണേ തമ്പുരാനെ. നരകശിക്ഷയിൽ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. സ്വർഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നിന്റെ ലിഖാ നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പ്രാർത്ഥിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ തമ്പുരാനെ. പ്രവാചകന്മാരുടെ സിദ്ദീഖീങ്ങളുടെ ശുഹദാക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരും നീ പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അൻസുർ അഅമാലൽ മുജാഹിദീന ഫീ കുല്ലി അമാകിനിൽ അർള് യാ അർഹമർ റഹീമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ വതുബ് علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين.